ഹലോ, ഗ്രാൻഡ് ഇടുക്കി യൂട്യൂബ് ചാനലിലെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഊത്തപ്പം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഊത്തപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ റവ വെച്ചിട്ടാണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു തക്കാളിക്കാപ്പഴം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സബോള വേണം, ഇത് രണ്ടായിട്ട് ഞാൻ കണ്ടിച്ച് വെച്ചെന്നുള്ളേ ഉള്ളൂ കേട്ടോ. അതുതന്നെ ഒരു പച്ചമുളകും ഒരു ക്യാരറ്റും, അതുപോലെ തന്നെ ഒരു അരക്കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി പുളിയില്ലാത്ത തൈരാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഒരു കപ്പിൽ റവ എടുത്ത് വെച്ചിട്ടുണ്ട്. വറുത്ത റവയോ വറക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പാകത്തിന് ഉപ്പും ചേർത്താണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മുടെ ഈ സബോളയും നമ്മുടെ ക്യാരറ്റും പച്ചമുളകും ഒക്കെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതുപോലെ ഒന്ന് ഞാൻ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ സബോള അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ പച്ചമുളക് കൂടെ ചെറുതാക്കി അരിഞ്ഞാൽ ഇത് പെട്ടെന്ന് വേഗം വെന്ത് കിട്ടുള്ളേ. അതുകൊണ്ട് ചെറുതാക്കി തന്നെ ഇത് അരിയാൻ ശ്രദ്ധിക്കണം. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇപ്പോൾ എരിവിന് വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ, നമ്മുടെ പച്ചമുളക് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. തക്കാളി നമ്മൾ ചെറുതാക്കിയാണ് അരിഞ്ഞെടുത്ത് ഈ ആയിട്ടുള്ള ഒരു ഊത്തപ്പം കൂടിയാണ് കേട്ടോ. കുട്ടികൾ വേറെ ഗുണമുള്ള ഒരു ഊത്തപ്പമാണ് ഇത്. അരിപ്പൊടിയൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് നമുക്ക് റവ വെച്ചിട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ക്യാരറ്റ് നമുക്കൊന്ന് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ക്യാരറ്റ് ഇച്ചിരി വേകാനൊക്കെ താമസമുള്ള സാധനമല്ലേ, അതുകൊണ്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ക്യാരറ്റ് നമ്മൾ റെഡിയാക്കി. ഇനി ഇതാ ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പില കൂടി ഇട്ട് ലേശം ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഞെരടി എടുക്കണേ. അതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ റവ നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ട് നമ്മുടെ തൈര് കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ കൂടെ ലേശം വെള്ളം കൂടെ നമുക്ക് റവയും നമ്മുടെ ഈ തൈരും കിട്ടാൻ വേണ്ടി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് ഇവിടെ മൂടി വെച്ചിട്ട് നമുക്ക് എടുക്കാവേ. വെള്ളം ചേർത്ത് വെക്കാൻ നമ്മുടെ റവയൊന്ന് കുതിർന്നും വരും. എന്നിട്ട് വേണം നമുക്കിവിടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ലേശം വെള്ളം കൂടെ ഒഴിച്ച് ഞാനിതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിതൊന്ന് മൂടി വയ്ക്കട്ടെ. ഇതാ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ റവയും തൈരും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് ഒഴിച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ പരുവില്ല, ആ പരുവത്തിലൊന്ന് ആക്കി നമുക്ക് എടുക്കാം. ഞാനിതൊരു ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം. ലേശം വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതാ മിക്സിയുടെ ജാറിലിടുന്നതൊന്ന് അരിച്ചുകൊണ്ട് വന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. ഇത്തിരി വെള്ളമായി പോകാൻ പാടില്ല കേട്ടോ. നമ്മൾ തൈര് ചേർക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ അടിച്ച് വരുമ്പോഴത്തേന് വെള്ളമായി ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ വെള്ളം എക്സ്ട്രാ ഒത്തിരി ചേർക്കരുത്. നമ്മൾ ദോശക്കല്ലിലൊക്കെ കോരി ഒഴിക്കാൻ പറ്റുന്ന പരുവത്തിന് വേണം നമ്മൾ അരിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ പാകത്തിന് ഉപ്പും ചേർക്കാൻ നമ്മൾ ഇത് എടുക്കുന്നത്. ഇതാ ഈ പരുവത്തിലാണ് കേട്ടോ മാവ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി നമുക്ക് ദോശക്കല്ലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കും. ദോശക്കല്ലൊന്ന് അടുപ്പത്ത് വെക്കട്ടെ. ഇതാ അപ്പോൾ നമ്മൾ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഞെരടി ഇതൊന്ന് യോജിപ്പിക്കണം. നമ്മുടെ മുളകൊക്കെ എല്ലായിടത്തും ഒന്നാകാൻ വേണ്ടിയിട്ട് യോജിപ്പിച്ചൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇതൊരു പാത്രത്തോട് ഞാൻ മാറ്റുവാണേ. ഇനി നമുക്ക് ദോശക്കല്ലിൽ മാവ് നമുക്ക് കോരി ഒഴിച്ച് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ദോശക്കല്ല് ഇതാ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് നമുക്ക് തടവി കൊടുക്കാം. നെയ്യോ സൺഫ്ലവർ ഓയിലോ ബട്ടറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ബട്ടറാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ എടുത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ച് നമ്മുടെ സവോളയും തക്കാളിയും ക്യാരറ്റും പച്ചമുളകും എല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ നമ്മളിട്ട് കൊടുത്താണിത് വെക്കുന്നത്. സ്പൂണ് വെച്ച് നമുക്കൊന്ന് സൈഡിലെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ സൈഡ് ഇച്ചിരി നേരം ലോ ഫ്ലെയിമിൽ നിന്ന് കിടക്കട്ടെ. നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കും.
അപ്പോൾ ഊത്തപ്പമല്ല ഇതാ ചുട്ടിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഊത്തപ്പമാണ് ഇതേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ഈ ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോ ഒക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.